കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ BLOമാർ തന്നെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസിൽ ഉൾപ്പെടെയുള്ള സ്ലിപ്പ് കൊണ്ടുവന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ അവരുടെ സ്ലിപ്പ് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമ നമ്പർ, നമ്മുടെ പേര് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നു കാണും. എങ്കിലും അതൊന്നെങ്കിൽ പോലും അത് മാത്രമായിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ കഴിയില്ല. ഏതെങ്കിലും ഫോട്ടോ പതിച്ചുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായും കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വോട്ടർ കാർഡാണ്. ഇലക്ഷന് വേണ്ടിയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നിട്ടുള്ള വോട്ടർ കാർഡ്, വോട്ടർ തിരിച്ചറിയൽ കാർഡ് തീർച്ചയായും അതാണ് വേണ്ടത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ അത് ഇല്ല, നഷ്ടപ്പെട്ടു പോയി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ വിവിധ ഫോട്ടോ പതിച്ചുള്ള വിവിധ രേഖകൾ കൂടി ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് അവകാശം ചെയ്യുവാനായിട്ട് സമ്മതം കിട്ടും. അതിലേക്ക് ഉള്ള വിവിധ രേഖകൾ ഞാൻ പറയാം. ആധാർ കാർഡ് മിക്കവാറും എല്ലാവർക്കും, ഇൻ കേസ് വോട്ടർ കാർഡ് നഷ്ടപ്പെടുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമായും എല്ലാവരുടെയും ഉണ്ടാവും. അപ്പോൾ ആധാർ കാർഡ് കാണിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് രേഖയായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അതോടെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ ഇൻ കേസ് പാൻ കാർഡ് കാണിക്കാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസ് മിക്കവാറും എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സ് കഴിഞ്ഞ് മിക്കവാറും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി കാണിച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് അതും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ പാസ്പോർട്ടുള്ള കോപ്പിയാണെങ്കിൽ പാസ്പോർട്ട് നേരിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ബാങ്കിലൊക്കെ അക്കൗണ്ട് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ബാങ്ക് പാസ്ബുക്ക് ഹാജരാക്കി കഴിഞ്ഞാലും അതൊരു തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് ആയാലും മതിയാവും. പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്ക് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലേക്ക് ഫോട്ടോ പതിച്ചതായിരിക്കണം എന്ന കാര്യം മനസ്സിലായി, ഫോട്ടോ ഉണ്ടായിരിക്കണം. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് കിട്ടിയവരാണെങ്കിൽ അത് കാണിച്ചാലും നിങ്ങൾക്കതൊരു തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡുണ്ട്. അത് കേരളത്തിലൊരു പക്ഷേ നടപ്പാക്കിയിട്ടില്ലാത്തതുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ലെങ്കിലും അതും ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ പെൻഷനുകളാണ് ഫോട്ടോ പതിച്ചുള്ള പെൻഷൻ രേഖകൾ, അതും തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റ് വിവിധ സർവീസ് ഓർഗനൈസേഷനിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവരുടെ ID കാർഡ്, ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡ് തീർച്ചയായും മിക്കവാറും എല്ലാവരുടെയും ഉണ്ടാകും. അതും ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് ഹാജരാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിർബന്ധമായും ഹാജരാക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിലേക്കുള്ള പേരുള്ള നമ്മുടെ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ പോരാ, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തീർച്ചയായും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തിരിച്ചറിയൽ കാർഡോ ഈ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും ഫോട്ടോ പതിച്ചിട്ടുള്ള രേഖ കൂടി നിർബന്ധമായും കയ്യിൽ വെക്കാൻ വേണ്ടി ഓർക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വോട്ട് മിക്കവാറും അത് പ്രശ്നമൊന്നും വരില്ല. കാരണം നമ്മുടെ അവിടെ ഇരിക്കുന്ന ഏജൻറ്റുമാർ ഒരുപക്ഷെ നമ്മൾക്ക് പരിചയമായിട്ടുള്ള അങ്ങനെ നമ്മുടെ തിരിച്ചറിയൽ ഒരു ഒബ്ജക്ഷൻ വരാൻ ചാൻസ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ മുൻകരുതൽ എന്ന രീതിയിൽ തീർച്ചയായും ഒരു ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുമായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ പോവുക. വോട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം, സംസ്ഥാനത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള പുതിയ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. നല്ല ജനപ്രതിനിധികൾ വരട്ടെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.